നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞെട്ടിച്ച കേസായിരുന്നല്ലോ ഈ അധ്യാപകർ പ്രതിയായ മയക്കുമരുന്ന് കേസ്, MDMA കേസ് എന്നത്. അത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയും ചെയ്തിരുന്നു. അധ്യാപകർ തന്നെ ഇങ്ങനെ മയക്കുമരുന്ന് കേസിലൊക്കെ പ്രതിയായാൽ പിന്നെ എന്താണ് സംഭവിക്കുക? മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്നാണല്ലോ പറയുന്നത്, അല്ലേ? അപ്പോൾ അത് വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു. ഏതായാലും ആ കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി കീർത്തനയ്ക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘം നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ PJ അരുൺ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളെന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, നമ്മളെ വല്ലാതെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഈ അധ്യാപികമാർ ഈ പറയുന്ന മയക്കുമരുന്ന് കേസിലൊക്കെ പെടുക എന്നത്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി തുടർ നടപടികളുമായിട്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണല്ലേ? ഈ കേസിലെ കൂടുതൽ വിവരങ്ങൾ, അതായത് കൂടുതൽ കണ്ണികളിലേക്കൊക്കെ പോകാൻ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ? മനു, ഗുഡ് മോർണിംഗ്. മനു സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു MDMA കേസിൽ അധ്യാപികമാർ ഉൾപ്പെടെയുള്ള പിടിയിലായ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം അധ്യാപികമാർ തന്നെ ഈ ലഹരി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകളിൽ ഭാഗവാക്കാവുന്നത് തന്നെ വളരെ ഞെട്ടലോടെ തന്നെയാണ് കേരളം അത് കരുതുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളാണ് ഇപ്പോൾ ഈ വടകര കോടതിയിൽ ഉണ്ടാവുക. ഈ കീർത്തനയെ, മുഖ്യപ്രതി കീർത്തന എന്ന് പറയുന്ന ഈ അധ്യാപികയെ കസ്റ്റഡിയിൽ കിട്ടുവാൻ വേണ്ടിയുള്ള അപേക്ഷ ഇന്ന് പോലീസ് കൈമാറും. കീർത്തനയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള, ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രതിയിലേക്ക്, മുഖ്യപ്രതിയായിട്ടുള്ള വയനാട് സ്വദേശിയിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാദം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി മുഖ്യപ്രതികളിൽ ഒരാളായ കീർത്തനയെ കോടതിയിൽ ഹാജരാക്കും. അവിടെയായിരിക്കും പോലീസ് ഈ തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇടപാട് കേസിൽ ഒരു മുഖ്യപ്രതി എന്ന് കരുതുന്ന ഒരു വയനാട് സ്വദേശിയുണ്ട്. ഈ വയനാട് സ്വദേശിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അധ്യാപികമാർ ഈ ഒരു പണമിടപാട് നടത്തിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഈ മുഖ്യപ്രതിയിലേക്ക് എത്തുന്നതിൽ, ഈ മുഖ്യപ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ കീർത്തന ഉൾപ്പെടെയുള്ള അധ്യാപികമാരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായി വരും. ഇപ്പോൾ 3 അധ്യാപികമാർ ഉൾപ്പെടെ 4 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, റിമാൻഡിൽ കഴിയുകയാണ്. കോടതിയുടെ റിമാൻഡിൽ കഴിയുകയാണ്. ഈ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡി അപേക്ഷയിലൂടെ പിന്നീട് കരസ്ഥമാക്കിയതിനു ശേഷം ഇവരെ ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന കീർത്തനയുടെ വക്കീലിൻ്റെ കൂടി വാദം പരിഗണിച്ചതിന് ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഇതിനോടൊപ്പം തന്നെ നീഷ്മയും അതുപോലെ സഫ്വാൻ എന്ന് പറയുന്ന 2 പ്രതികൾ കൂടി ഇന്ന് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. നീഷ്മയുടെ അഭിഭാഷകൻ വഴി നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറഞ്ഞാൽ നീഷ്മ ഇക്കാര്യത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇവരുമായുള്ള പരിചയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിന്നത്. അല്ലാതെ ഈ ലഹരി ഇടപാടുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് നീഷ്മയുടെ ഭാഗമായി അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുക. എന്തായാലും നീഷ്മയും സഫ്വാൻ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ മറ്റൊരു പ്രതി, ഈ സഫ്വാനെയാണ് ആദ്യം വടകരയിൽ നിന്ന് പിടിയിലാവുന്നത്. ഈ സഫ്വാൻ്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ലക്ഷങ്ങളുടെ ഇടപാട് ഈ അധ്യാപികമാരുടെ GPay വഴി, മറ്റ് ഫോൺ പേ പോലുള്ള ആപ്പുകൾ വഴി ലക്ഷങ്ങൾ ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഇന്ന് 11 മണിയോടെ മുഖ്യപ്രതി കീർത്തനയെ വടകര കോടതിയിൽ ഹാജരാക്കും. ഹാജരാക്കിയതിനു ശേഷം പോലീസിൻ്റെ വാദം പരിഗണിക്കുകയാണെങ്കിൽ ഇന്ന് അവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് കൈമാറും. പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് ശേഷം കീർത്തനയെ ചോദ്യം ചെയ്യുമ്പോൾ ഈ വയനാട് സ്വദേശിയുടെ പങ്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും ഇന്ന് പുറത്തു കഴിയുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മനു.